പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ടിതാ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ലോകമെമ്പാടും നിന്നുമുള്ള ആളുകൾ പൂരനഗരിയിലേക്ക് ഒഴുകുകയാണ്. ഇനി തേക്കിൻകാട് വർണ്ണാഭമായ കുടമാറ്റത്തിനും വെടിക്കെട്ടിനും താളമേളങ്ങൾക്കും ആർപ്പുവിളികൾക്കും വേദിയാകും. ഇനി ഓരോ നിമിഷവും ആഹ്ലാദകരം. പൂരനഗരിയിൽ നിന്നും ക്യാമറമാൻ രാഘവനോടൊപ്പം ഞാൻ രാജപ്പൻ. വടക്കും നാഥ സർവം നടത്തും നാഥ നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നീതാ. വടക്കും നാഥ സർവം നടത്തും നാഥ നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നീതാ. സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ സമസ്താപരാധവും ക്ഷമിക്കാദേവാ. വടക്കും നാഥ സർവം നടത്തും നാഥ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്താ കാര്യം? ഇവിടെ ഇതാ പൂരത്തിൽ പങ്കുചേരുവാൻ ചാക്യാരും എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് ചാക്യാരോടൊപ്പം ചേരാം. ഹായ്, ഹലോ, നമസ്കാരം ചാക്യാരെ, എങ്ങനെയുണ്ട് പൂരം? ഹൈ, എന്തൊരു ചോദ്യ ഹേ. ഈ തൃശ്ശൂർ പൂരം എങ്ങനെയുണ്ടെന്ന് ആരെങ്കിലും ആരോട് ചോദിക്കൂ? കഷ്ടം. ശിവ ശിവ, അതിഗംഭീരം, ക്ഷേമം. സാമ്പിളല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, മെയിൻ വെടിക്കെട്ടാവട്ടെ, അപ്പോ കാണാം പൂരം. ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാലേ പലതരം പൂരണ്ട്. ആളുകളുടെ പൂരം, ആനകളുടെ പൂരം, കുടകളുടെയും കുടമാറ്റത്തിന്റെയും പൂരം, തിക്കിന്റെയും തിരക്കിന്റെയും പൂരം, ആവേശപൂരം. അങ്ങനെ അങ്ങനെ പൂരം പൊടി പൂരമായിട്ട് അങ്ങട് കസറും. അല്ല, ചാക്യാരെന്തിനാ ഈ പൂരത്തിനിടയിലേക്ക് വന്നത്? ഹൈ, ഈ വേഷത്തിലാവുമ്പോ എനിക്ക് ഈ തിക്കിലും തിരക്കിലും എവിടെയും പോകാൻ എളുപ്പം പറ്റും. ഹേ, മാത്രല്ല കുറെ അധികം പരിപാടിയുടെ ബുക്കിങ്ങും കിട്ടും. ആ ചാക്യാരെ, എന്താ ഈ പൂരത്തിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഹൈ, എന്ത് ചോദ്യാണ് ഹേ. പൂരത്തിനെല്ലാം സ്പെഷ്യൽ അല്ലേ? സ്പെഷ്യൽ അമിട്ട്, സ്പെഷ്യൽ ഗുണ്ട്, സ്പെഷ്യൽ കുടകൾ, അങ്ങനെ എല്ലാം സ്പെഷ്യൽ അല്ലേ? പിന്നെ ആൾക്കൂട്ടം, ആനക്കൂട്ടം, അയൽക്കൂട്ടം, അടിക്കൂട്ടം. അതെന്താ ഈ അടിക്കൂട്ടം? ഈ അടി ഉണ്ടാക്കുന്ന വല്ലവരുമാണോ? ഹൈ, പൂരത്തിന് രണ്ടെണ്ണം കീറാണ്ട് ഇറങ്ങണത് എങ്ങനെയാ? എല്ലാ പൂരത്തിനും അങ്ങനെ 2-4 കീറി ആടിയാടിയ ഒരു പൂരപ്പറമ്പിലേക്ക് എത്തുമ്പോഴേക്കും കുടമാറ്റം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എവിടെയെങ്കിലും സൈഡായി പുലർച്ചെ വെടിക്കെട്ടിന് എണീക്കാന്ന് പറഞ്ഞു കിടന്ന ഗഡ്യോള് എണീക്കണെങ്കിലേ അവരുടെ മൂട്ടിൽ അമിട്ട് പൊട്ടിക്കണം. ഹൈ, അമിട്ടെന്ന് പറഞ്ഞില്ല, ദേ വരുന്ന് അമിട്ട് വിരിഞ്ഞ പോലൊരു സാധനം. അയ്യോ, ഇത് നമ്മുടെ മാവേലി തമ്പുരാനല്ലേ? ഇതെന്താ പതിവില്ലാതെ പൂരത്തിനൊക്കെ? ഒന്നും പറയണ്ട എന്റെ ചാനൽ തമ്പുരാനെ. ഓണം കഴിഞ്ഞ് തിരികെ പോകാൻ ഒരുങ്ങിയതാ, നാട്ടിലെത്തിയില്ല. അതിനു മുൻപേ എന്നെ ഒരു ഈവന്റ് മാനേജ്മെന്റുകാര് പൊക്കി. ഇപ്പൊ പറഞ്ഞയക്കാന്നും പറഞ്ഞു കൊണ്ടുപോയതാ. ഉദ്ഘാടനവും ഓണാഘോഷവും ഒക്കെ കഴിഞ്ഞപ്പോഴുണ്ട് ഒരു മുതലാളിക്ക് നോം അയാളുടെ കടയുടെ മുൻപിൽ നിൽക്കണത്രേ. 3 ദിവസം പിടിച്ചു നിർത്തി. നോം അത് എൻജോയ് ചെയ്തുട്ടോ. നോമിന് കുറച്ച് ദിവസം കൂടെ എല്ലാരെയും കാണാൻ പറ്റിയില്ലേ? അങ്ങനെ നിക്കണ നേരത്താണ് ഒരു ടിപ്പർ വന്ന് നോമിന്റെ ദേഹത്ത് തട്ടിയത്. അയ്യോ, റോട്ടിലൂടെ പോകുന്ന വണ്ടി ഫുട്പാത്തിൽ നിൽക്കുന്നവരെ തട്ടിയിട്ടാണോ പോകേണ്ടത്? കൈയൊന്നൊടിഞ്ഞു. ഓ, അതിപ്പം ശരിയാക്കാന്ന് പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോയതാ ഒരുത്തൻ. അവൻ എന്റെ അരപ്പട്ട അടിച്ചു മാറ്റി. ആശുപത്രിയിലുള്ളവരുടെ കാരുണ്യം കൊണ്ട് പ്ലാസ്റ്റർ ഇടൽ കഴിഞ്ഞു. ഭാഗ്യം, രക്ഷപ്പെട്ടു. ഇല്ല, കഷ്ടപ്പെട്ടു. ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ഡോക്ടർമാരുടെ കലാപരിപാടി ഉണ്ടായിരുന്നു. എന്നെ അവിടെയും പിടിച്ചിരുത്തി.
കഥകളി, മാർഗംകളി, തിരുവാതിരക്കളി, വെള്ളംകളി, എന്തിനു പറയുന്നു, എന്റെ എല്ലൂരി അവര് പീപ്പി വിളിച്ചു. വയ്യ, തീരെ വയ്യ. ഹൈ, അപ്പോ ഇത് ഒറിജിനൽ മാവേലിയാണ് അല്ലേ? എന്തായാലും വയ്യാന്ന് പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് അങ്ങോട്ട് സഹിക്കണില്ല. വിഷമിക്കണ്ട, ദാ വരുന്നു നല്ല ഒന്നാന്തരം വൈദ്യന്മാര്. ഇവരെ കണ്ടിട്ടില്ലേ? പൂരത്തിനും പെരുന്നാളിനും എന്ന് വേണ്ട എല്ലായിടങ്ങളിലും ഇവരെ കാണാം. ഈ ലാടവൈദ്യന്മാരെ ദാ വരുന്നത് കണ്ടോ? തിരുമേനിക്ക് വേണ്ട എല്ലാ മരുന്നുകളും അവരുണ്ടാക്കി തരും. വേണമെങ്കിൽ തിരുമിയും തരും. ദാ വരുന്നു. ചുടേശങ്കര വെടിക്കടിഞ്ഞ കടപടിഞ്ഞ നമസ്തുതി പഞ്ചമടാഹാതെഞ്ചുളിക്ക് തൈലം. അതെ, നെഞ്ചുളിക്ക് താഴെ. അതേ വയറ്റിലുള്ള മുഖക്കുരു, മൂത്രത്തിലുള്ള ആണിരോഗം, മൂക്കടപ്പ്, കാതടപ്പ്, തേക്കടപ്പ്, കോർക്കടപ്പ്. 24 വർഷം പഴക്കമുള്ള പഴയ അട്ടുമുണ്ട്, ചതവ്, അടിയിടി, തൊഴി, മരുമ്പ്, വെരുപ്പ്, കൊളുത്തു, കൊച്ചം, വിലക്കം. കൊടൈക്കനാൽ. ഇരുന്നാൽ ഇരിക്കാൻ പാടില്ല, നിന്നാൽ നിൽക്കാൻ പാടില്ല, കിടന്നാൽ കിടക്കാൻ പാടില്ല. കുഷ്ഠം, ഛേ, കാഷ്ഠം. പനി, മഞ്ഞപ്പിത്തം, ജലദോഷം, വായുചുമ, കരച്ചിൽ, പിഴിച്ചിൽ, കണ്ണി, കടി, ആന്തിയാമതി. വാദം, ചുടുവാദം, പില്ലവാദം, പെരുങ്ങോട്ടുവാദം, വക്കീൽവാദം, സുപ്രഭാതം, ആശീർവാദം. ഈ വക രോഗങ്ങൾക്ക് ആകാശപ്പുന്നില്ല, അരങ്ങല് പേര്, കുറുന്തോട്ടി പേര്, കാഞ്ചി പേര്, കാഞ്ചന പേര്, മനുഷ്യന്റെ പേര്, പട്ടിയുടെ പേര് തുടങ്ങിയ പേരുകൾ. ചേരും കുന്നും ചേരും കോളേജുമാരുടെ കറുകറുത്ത മുടിയും 90 കഴിഞ്ഞ യുവതനങ്ങളുടെ നരച്ചു മുടിയും. മുടി എന്ന് പറയുമ്പോൾ ആനമുടിയല്ല, എവറസ്റ്റ് കൊടുമുടിയല്ല, തലയിലുണ്ടാവുന്ന ഒരു തരം നീണ്ട രോഗമാണ് സുഹൃത്തുക്കളെ മുടി എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യ മിണ്ടുന്നില്ല, മുരങ്ങുന്നില്ല, സിംഹം. അപ്പോൾ നിങ്ങളുടെ തലയിലൊരു കിരികിരിപ്പ്, കരകരപ്പ്, അത് കണ്ട് നിങ്ങളുടെ കുട്ടി പൊട്ടിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അട്ടഹസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കരണത്തടിക്കുന്നു, നിങ്ങൾ ബോധം കെട്ട് നിലത്ത് വീഴുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കരണത്ത് തടവുന്നു പഞ്ചപടാഹാതെഞ്ചുളിക്ക് തൈലം. ചൈനയിലുള്ള പതാക്കി ഇതാക്കി എന്നൊരു ജോഡി പക്ഷികൾ, കിഴക്കുടരും പക്ഷികൾ, ചന്ദ്രനിലുള്ള കടാപ്പാക്കല്ലുകൾ പൊടിച്ചെടുത്ത് DDT പൊടി, ഇന്ദുപ്പ്, നവസാരം, പട്ടത്തൊലി, മുട്ടത്തൊലി, പഴത്തൊലി, കൂടാതെ 246 കൂട്ടം തൊലിവർഗ്ഗങ്ങൾ ചേർത്ത് വെറും 3 ദിവസം കൊണ്ട് കുത്തിയിരുന്നുണ്ടാക്കിയതാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ ഈ പഞ്ചപടാഹ നെഞ്ചുളിക്ക് തൈലം. ഞങ്ങളുടെ ഈ മരുന്നിനെ കുറിച്ച് ലോക ശാസ്ത്രജ്ഞന്മാർ വരെ പറഞ്ഞിട്ടുണ്ട്. ചാലക്കുടി ബസ് സ്റ്റാൻഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ വീണ്ടും വീണ്ടും കുറെ പേർ ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. वो कम दिसी से कम नहीं, वी चार्टू केल्ट्रॉन BPL TV डायनोरा देखने के लिए आपन मगനും ചോടി में क्या करती है? ഇതുവരെ ഞങ്ങൾ പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ശിഷ്യ, എല്ലാവർക്കും മരുന്ന് ഒഴിച്ചു കൊടുക്കൂ. കാശ് വാങ്ങിക്കോ, ആവശ്യക്കാർക്കെല്ലാം വാരിക്കോരി കൊടുക്കൂ. ഓക്കെ ശിഷ്യ, എല്ലാവർക്കും മരുന്ന് ഒഴിച്ചു കൊടുക്കൂ. അതെ, ആ ചേട്ടന് ഒഴിച്ചു കൊടുക്കൂ. ആ കഷണ്ടിയുള്ള ചേട്ടനും, ആ കാലിന് വയ്യാത്ത ചേട്ടനും, ആ നോക്കി നിൽക്കുന്ന ചേട്ടന്മാർക്ക് എല്ലാവർക്കും കൊടുക്കൂ. എല്ലാവരും കഴിക്കൂ, നല്ലോണം കഴിക്കൂ. ശിഷ്യ, നമുക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യാം. ഓക്കെ, കമോൺ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. കുടിച്ച വഴിക്ക് നല്ല ഉഷാറായിട്ടുണ്ട്. നിനക്കോടാ? എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഡബിൾ സ്ട്രോങ് ആയിട്ടാ, ഉഷാറാണ്. ഹലോ ചേട്ടന്മാരെ, ഇവിടെ 2 ഭ്രാന്തന്മാരെ കണ്ടോ? ഭ്രാന്തന്മാരാ? നല്ല വൈപ്പിനുള്ള 2 വൈദ്യന്മാരെ വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ മരുന്നാട്ടോ അവരുടെ. എന്ത് മരുന്നോ? എടോ, അത് ഭ്രാന്തന്മാരാണോ? അത് ഭ്രാന്തന്മാരൊന്നുമല്ല, 2 സൂപ്പർ വൈദ്യന്മാരാണ്. എന്റെ പൊന്നു ചേട്ടന്മാരെ, ഒരു 2 പേര് ഭ്രാന്തന്മാരാ. ഒരുത്തൻ സിനിമ കണ്ട് ഭ്രാന്തായതും വേറൊരുത്തൻ മരുന്ന് വെച്ചോ നടത്തി ഭ്രാന്തായതും. അയ്യോ, അപ്പൊ അവര് തന്നെ മരുന്നോ? അത് ഭ്രാന്തന്മാരുടെ മൂത്രം ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ വെച്ച് എടുത്തോണ്ട് പോന്നവര്. അയ്യോ, എന്റെ മൂത്ര മാതാവേ. ഓസിന് കിട്ടിയ ആസിഡും കുടിക്കും. അതാണല്ലോ ശീലം. അങ്ങനെ തന്നെ വേണം അവന്മാർക്ക്, അത് ആവശ്യ. പൂരപ്രേമികളെ ആവേശത്തിൽ ആഴ്ത്തിക്കൊണ്ടിതാ കൊമ്പൻ ചെന്തച്ചിക്കാവ് രാജൻ തിടമ്പേറ്റി എഴുന്നള്ളി വരുന്നു. കാതിനിമ്പം കണ്ണിനാനന്ദം, താളമേളങ്ങളോടെ ശ്രീ രാജനിത എഴുന്നള്ളി വരുന്നു. നമുക്ക് ആ വെടിക്കെട്ടിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി ഒന്ന് പോയി നോക്കാം. മഹാബലി തമ്പുരാനും വരാം. ഹായ്, നിറയെ കുഴികളുണ്ടല്ലോ. ഇതിലൂടെ പാതാളത്തിലേക്ക് എത്താൻ പറ്റുമോ?
ആകാശത്തേക്ക് എത്തും.